മാപ്പ് അത് യോഗ ഗുരു ബാബ രാംദേവിന് ഒരു പുതിയ കാര്യമല്ല. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ സംബന്ധിച്ച കേസിൽ നേരത്തെ സുപ്രീം കോടതിയിൽ നേരിട്ട് മാപ്പ് പറഞ്ഞ രാംദേവ് പിന്നീട് പത്രപരസ്യത്തിലൂടെയും ക്ഷമാപണം നടത്തിയെങ്കിലും കാര്യമുണ്ടായില്ല. അതിൻ്റെ വലിപ്പം ചെറുതായതിൽ കോടതി നിർത്തിപ്പൊരിച്ചതിന് പിന്നാലെ പുതിയ പരസ്യവുമായി ബാബ രാംദേവും ആചാര്യ ബാലകൃഷ്ണനും രംഗത്തെത്തി. ബുധനാഴ്ചയാണ് പത്രങ്ങളിൽ രാംദേവിൻ്റെ പുതിയ മാപ്പപേക്ഷ പ്രത്യക്ഷപ്പെട്ടത്. പതഞ്ജലി ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിച്ചതിനാണ് മാപ്പപേക്ഷ. ഇത്തവണത്തെ മാപ്പപേക്ഷ പരസ്യം കൂടുതൽ വലിപ്പത്തിലാണ് നൽകിയിരിക്കുന്നത്. പരസ്യത്തിൽ ബാബ രാംദേവും ആചാര്യ ബാലകൃഷ്ണനും നിരുപാധികം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായി പതഞ്ജലി ആയുർവേദയുടെ പേരിലുമാണ് മാപ്പപേക്ഷ. നിരുപാധികം പരസ്യമായി മാപ്പ് പറയുന്നു. തെറ്റിദ്ധരിപ്പിക്കും വിധത്തിൽ പരസ്യം നൽകിയതിൽ മാപ്പ് ചോദിക്കുന്നു. ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണത ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് പരസ്യത്തിൽ പറയുന്നു. പരസ്യങ്ങളുടെ അതേ വലിപ്പത്തിലുള്ള മാപ്പാണോ പ്രസിദ്ധീകരിച്ചതെന്നും മൈക്രോസ്കോപ്പിലൂടെ നോക്കേണ്ട സ്ഥിതി ഉണ്ടാകരുത് എന്നും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വിമർശിച്ചതോടെയാണ് ഇത്. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കുന്നതിനിടെ 67 പത്രങ്ങളിൽ മാപ്പപേക്ഷ പ്രസിദ്ധീകരിച്ചുവെന്നും ഇതിന് 10 ലക്ഷം രൂപ ചെലവായെന്നും പതഞ്ജലിക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ മുകുൾ റോത്തഗി അറിയിച്ചിരുന്നു. ഈ സമയത്തായിരുന്നു കോടതി വിമർശനം. പത്രങ്ങളിൽ നൽകിയ മാപ്പിന്റെ വലിപ്പം പതഞ്ജലി ഉൽപ്പന്നങ്ങളുടെ മുഴുവൻ പേജ് പരസ്യങ്ങൾക്ക് സമാനമാണോ എന്നും കോടതി ചോദിച്ചു. ചൊവ്വാഴ്ച ജസ്റ്റിസുമാരായ ഹിമ കോഹ്ലിയും അഹ്സനുദ്ദീൻ അമാനുള്ളയും അടങ്ങുന്ന ബെഞ്ചാണ് പതഞ്ജലിയെ നിർത്തിപ്പൊരിച്ചത്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യവുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ കേസിൽ പതഞ്ജലി കഴിഞ്ഞ ദിവസം മാപ്പ് പറഞ്ഞ് പത്രങ്ങളിൽ പരസ്യം നൽകിയിരുന്നു. എന്നാൽ ഇത് വളരെ ചെറുതാണെന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങളോടെ പതഞ്ജലി നൽകിയിരുന്ന പരസ്യത്തിന്റെ അത്രയും വലിപ്പത്തിലായിരിക്കണം മാപ്പെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. പത്രത്തിൽ പ്രസിദ്ധീകരിച്ച മാപ്പപേക്ഷയുടെ രേഖകൾ സമർപ്പിക്കണമെന്നും അത് വലുതാക്കി വിതരണം ചെയ്യരുതെന്നും കോടതി നിർദ്ദേശിച്ചു. അതിൻ്റെ യഥാർത്ഥ വലിപ്പം തങ്ങൾക്ക് കാണണമെന്നും കോടതി പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് മാപ്പ് അപേക്ഷിച്ചുള്ള പുതിയ പരസ്യം ബുധനാഴ്ചത്തെ പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. നേരത്തെ സുപ്രീം കോടതിയിൽ വാദം കേൾക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് പതഞ്ജലി ദേശീയ ദിനപത്രങ്ങളിൽ ക്ഷമാപണം നടത്തിയത്. കോടതിയോട് തങ്ങൾക്ക് അങ്ങേയറ്റം ബഹുമാനമുണ്ടെന്നും തെറ്റുകൾ ആവർത്തിക്കില്ലെന്നും മാപ്പപേക്ഷയിൽ പറഞ്ഞിരുന്നു. എന്നാൽ മാപ്പപേക്ഷയുടെ സത്യവാങ്മൂലം സ്വീകരിക്കാൻ കോടതി വിസമ്മതിച്ചിരുന്നു. ഏപ്രിൽ 10 നടന്ന വാദത്തിനിടെ 1954 ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് പ്രകാരം പതഞ്ജലിക്കെതിരെ നടപടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ഉത്തരാഖണ്ഡ് സർക്കാരിനെ കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. തുടർന്നാണ് പരസ്യമായി മാപ്പ് പറയണമെന്ന് കോടതി നിർദ്ദേശിച്ചത്. കോടതി അലക്ഷ്യ കേസിൽ ബാബ രാംദേവും ആചാര്യ ബാലകൃഷ്ണനും നേരിട്ട് ഹാജരായി കുറ്റസമ്മതം നടത്തിയിരുന്നു. തെറ്റ് പറ്റിയെന്നും ഇനി ആവർത്തിക്കില്ലെന്നുമായിരുന്നു ബാബ രാംദേവ് കോടതിയിൽ പറഞ്ഞത്. എന്നാൽ ഇരുവരുടെയും ക്ഷമാപണം കോടതി തള്ളുകയായിരുന്നു. ഇതിനിടെ പതഞ്ജലി ആയുർവേദയ്ക്ക് പുറമെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുന്ന മറ്റ് ബ്രാൻഡുകൾക്കെതിരെ സ്വീകരിച്ച നടപടി അറിയിക്കാൻ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. ഇത്തരം ബ്രാൻഡുകൾ ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുന്ന അലോപ്പതി ഡോക്ടർമാർക്കെതിരെയും നടപടി ഉണ്ടാവണമെന്നും കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകി.